ക്കാരൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് മലയാളിയുടെ പൊതുബോധത്തെ തച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ പൊതുബോധത്തിന് നേരെ നീട്ടിവെച്ച ഒരു കണ്ണാടി പോലെയുള്ള ചിത്രങ്ങളാണ് ശ്രീനിവാസിൻ്റെ ചിത്രങ്ങളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം തിരക്കഥ എഴുതിയ ചിത്രങ്ങൾ, ഓരോ കഥാപാത്രത്തെയും നമുക്ക് മറക്കാനാവില്ല, ഓരോ ഡയലോഗുകളും നമുക്ക് മറക്കാനാവില്ല. അത്രയധികം മലയാളി നെഞ്ചേറ്റിയ, ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ നാം ഓർത്ത് പറയുന്ന ചിത്രങ്ങൾ, ഒപ്പം ഓർത്ത് പറയുന്ന ഡയലോഗുകളൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ വിശകലനങ്ങളും വിമർശനങ്ങളും ഒക്കെ ശ്രീനിവാസിനേക്കാൾ നന്നായി വിമർശനങ്ങൾ കുറിക്കൊള്ളുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മറ്റാരും മലയാളത്തിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ശ്രീനിവാസനുണ്ടായിരുന്നു, അതിനുള്ളൊരു കൈയടക്കം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രീനിവാസനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ വിമർശനങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ നടത്തിയപ്പോൾ, പലർക്കുമെതിരെ നടത്തിയപ്പോഴും ആർക്കും ശ്രീനിവാസനോട് അത്തരത്തിലുള്ളൊരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തോന്നാതിരുന്നത്. അതിൻ്റെ ഒരു മീറ്ററിൽ, അതിൻ്റെ ഒരു കൈയടക്കത്തോടെ ശ്രീനിവാസൻ അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ മടങ്ങുന്നു, വളരെ നല്ലൊരു മനുഷ്യൻ മടങ്ങുന്നു, ഒരു പ്രകൃതി സ്നേഹിയായ, മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ മടങ്ങുന്നു എന്നതാണ്. ഒരു ചലച്ചിത്രകാരനപ്പുറം ഒരു വലിയൊരു വളരെ മികച്ച ഒരു മനുഷ്യൻ, പ്രകൃതി സ്നേഹിയായ, മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ മടങ്ങുന്നു എന്നുള്ളതാണ് ആളുകൾക്ക് ഏറ്റവും അധികം ദുഃഖമുണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രത്തെയും ഇവിടെ വന്ന ഓരോ പ്രമുഖരും എടുത്തു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും മറക്കാനാവാത്തത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ചൻ നമ്പ്യാരോടക്കം ഈ ആക്ഷേപഹാസ്യങ്ങളിലൊക്കെ ആളുകൾ ഉപമിക്കുന്നത് നമ്മൾ കണ്ടു. ഈ കുഞ്ചൻ നമ്പ്യാരെ പോലെ അത്രയധികം ആക്ഷേപഹാസ്യം തൻ്റെ കലാസൃഷ്ടികളിൽ കൊണ്ടുവരാൻ ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം അതിൻ്റെ ഒരു മീറ്ററിൽ, അതിൻ്റെ ഒരു കൈയടക്കത്തോടെ ശ്രീനിവാസൻ അത്തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നു, അത് അവതരിപ്പിക്കുന്നു. അത് എക്കാലത്തെയും പ്രത്യേകിച്ചൊരു 70കളിലോ 80കളിലോ അല്ലെങ്കിൽ 90കളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ എല്ലാ കാലത്തും എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള, എല്ലാ കാലത്തും റിലേറ്റബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഡയലോഗുകൾ, ഒപ്പം ചിത്രങ്ങൾ, പ്രത്യേകിച്ച് സന്ദേശത്തിലെയൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സന്ദേശത്തിലെയൊക്കെ ഡയലോഗുകളും അതിലെ സന്ദർഭങ്ങളുമൊക്കെ ഓരോ തവണയും ട്രോളുകളിലും മീമുകളിലും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ വാക്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ പ്രയോഗിച്ചു വരുന്നവയാണ്. അപ്പോൾ അത്തരത്തിൽ ഏത് കാലഘട്ടത്തിലും, ഈ ജെൻസി കാലഘട്ടത്തിൽ പോലും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, യുവാക്കൾക്ക് വരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ, ഒരുപിടി ചിത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ്. അത്രയധികം ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന, അവൻ്റെ ദുഃഖം, അവൻ്റെ സന്തോഷം, അവൻ്റെ പ്രണയം, അവൻ്റെ അതിജീവനം, അവൻ്റെ എല്ലാ മേഖലകളും, അവൻ്റെ വികാരത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന കഥാപാത്രങ്ങൾ, ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ്. ശ്രീനിവാസൻ അത്രയധികം സാധാരണക്കാരനായിട്ടുള്ള ഒരാളായതുകൊണ്ടാവണം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ, മധ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്ന് ശ്രീനിവാസൻ അറിയുകയും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അത്രയധികം മധ്യവർഗത്തിന്, സാധാരണക്കാരന് അത് റിലേറ്റബിൾ ആകുന്നത്, നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിൽ അത് ആളുകളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത്രയധികം പ്രത്യേകിച്ച് അഭിനയിച്ച കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു നടനെന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നെങ്കിൽ ചില പ്രമുഖ വ്യക്തികൾ അദ്ദേഹത്തെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നടനെന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാസ്യ നടനെന്ന് അറിയപ്പെട്ടിരുന്നില്ല എങ്കിൽ അദ്ദേഹം ഭരതനും പത്മരാജനും ഒപ്പം അത്രയധികം മികച്ച ഒരു എഴുത്തുകാരൻ തന്നെയാണ്. അത് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ ആളുകൾ മനസ്സിലാക്കിയേനെ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ ആളുകൾ എടുത്തു പറഞ്ഞേനെ എന്ന് പല പ്രമുഖരും അനുസ്മരിക്കുന്നത് നമ്മൾ കേട്ടു. അത്രയധികം മികച്ച എഴുത്തുകാരൻ, പ്രതിഭയുള്ള തന്നെയാണ് ശ്രീനിവാസൻ എന്ന നടനെ ഓർക്കുമ്പോൾ എല്ലാ മലയാളികൾക്കും തങ്ങളുടേതായ ഒരു പ്രതിബിംബം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പലതരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെ മനുഷ്യാവസ്ഥയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ എത്തിക്കുക വഴി തങ്ങളിൽ ഒരാളാണ് എന്ന ഒരു തോന്നലും ഒരു ചിന്തയുമാണ് ശ്രീനിവാസൻ എന്ന നടനിലേക്ക് വരുമ്പോൾ ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം അത് നമ്മളിലൊരാൾ നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു വിയോഗമായ ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടനാടും കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 10 മണിക്കാണ് അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ പറഞ്ഞിരുന്നതെങ്കിലും അത് ഇനിയും ഒരുപക്ഷെ
ഒരുപക്ഷെ ഒരു അരമണിക്കൂർ വൈകിയേക്കാനുള്ള സാധ്യത കൂടിയാണ്. കാരണം അവസാനം അദ്ദേഹത്തെ കാണാനെത്തുന്ന ആളുകൾ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരുപക്ഷെ അവർക്കൊക്കെ കാണാനുള്ളൊരു അവസരം കൊടുത്ത ശേഷം അന്ത്യകർമ്മങ്ങളിലേക്ക് കടക്കാനാണിപ്പോൾ നീക്കം എന്ന് മനസ്സിലാവുന്നു. അങ്ങനെയാണെങ്കിൽ ഒരല്പസമയം കൂടി വൈകിക്കൊണ്ട് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്.